ഈ സാമുവൽ ഹാനുമാൻ്റെ അന്നത്തെ ഷെൽഫിൽ മൂക്കുപൊടിയുടെ കുപ്പിക്കകത്ത് ഈ മദർ ടിങ്ചർ വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു കുപ്പിക്കകത്തുള്ള ആ മരുന്ന് മതി. അത് ആർസനിക്കം ആൽബമായിരുന്നാലും മറ്റേ നക്സ് വോമിക്ക ആയിരുന്നാലും മുർ സോണിക്ക ആയിരുന്നാലും എന്ത് പണ്ടാരമാണെന്നുണ്ടെങ്കിലും ആ ഒരു മൂക്കുപൊടി കുപ്പി അത്രയും മതി ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും ഉള്ള മരുന്ന് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ എന്തിനാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ മരുന്ന് മാനുഫാക്ചർ ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതെടുത്ത് വെച്ച് ഡൈല്യൂട്ട് ചെയ്ത് അങ്ങ് ഉണ്ടാക്കിക്കൊണ്ടാകും. ഇതിന് നാട്ടിൽ ഫാക്ടറിയൊക്കെ തുടങ്ങി വെച്ചിരിക്കുന്നത്. അതിന്റെ മോളിക്യൂൾ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. ഈ മോളിക്യൂളിന് കണ്ട മോളിക്യൂളെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള കാര്യമാണ് എനിക്ക് സംശയം. വൻ കോമഡി. ഇതൊരു ഹിച്ച് ഹൈക്ക് ഫ്രീ റൈഡാണ്. നമ്മള് ഈ മോഡേൺ സയൻസ് എന്ന് പറയുന്ന ഇന്നത്തെ സംവിധാനങ്ങൾ കടന്ന് കഷ്ടപ്പെട്ട് ഇന്നോവേഷൻസ് നടത്തി അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഇതിലെല്ലാം നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോ ഇതിന്റെ പുറത്ത് ഒന്നും ചെയ്യാതെ തൂങ്ങി നടന്ന് സ്യൂട്ടിക്കളൊക്കെ ഉണ്ടാക്കി ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ്സ് ഇതെല്ലാം വിറ്റ്. പിന്നെ അതുപോലെ ഇവര് തുടക്കത്തിലേ പറഞ്ഞല്ലേ CT സ്കാൻ, മറ്റേ സ്കാൻ, മറിച്ച് സ്കാൻ, എക്സ്പെൻസീവ് ടെസ്റ്റുകളാണ്. ഈ ടെസ്റ്റുകൾ നടത്തുന്നതിന് കാശ് വാങ്ങിക്കും. അത് അതിന് കമ്മീഷനുണ്ട്. അവരുടെ സ്വന്തം സ്ഥാപനത്തിൽ ടെസ്റ്റ് നടത്താനുള്ള ഒരു ഡയഗ്നോസ്റ്റിക് സെൻ്റർ ഉണ്ടെങ്കിൽ അത് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാം. പുറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമ്മീഷൻ. പിന്നെ ഇതിൻ്റെ സപ്ലിമെൻറ്റ്സ്, ഈ പറഞ്ഞ കുറേ സപ്ലിമെൻറ്റ്സിൻ്റെ വൈറ്റമിൻസ്, ടാബ്ലറ്റ്സ്, ഒരു ഹോസ്റ്റ് ഓഫ് നാച്ചുറൽ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഇതിൻ്റെ കൂടെ റൈഡ് അലോങ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ബിസിനസ്. ഇത് തന്നെയാണ് ഇത് ബിസിനസ്. അല്ലാതെ അപ്പം ആൻഡ് ദേ ആർ നോട്ട് യു കനോട്ട് ഫ്രെയിം ദം ആസ് സൂഡോ സയൻസ്. ഇതൊന്നും സൂഡോ സയൻസ് ആയിട്ട് ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. ഹോൾ ബഞ്ച് ഓഫ് ഒരു ആർമറി ഓഫ് സയൻസ് സറൗണ്ട്സ് ദം. അതായത് സയൻസിൻ്റെ ഉപകരണങ്ങളും ഉപോൽപ്പന്നങ്ങളും ഇവരുടെ ചുറ്റിനും ഇങ്ങനെ ഒരു കവചം പോലെ ഇതിൻ്റെ ചുറ്റിനുമുണ്ട്. അകത്ത് കിടക്കുന്ന സാധനം എന്ന് വെച്ചാൽ പക്ക ഫ്രാഡാണ്, മനസ്സിലായോ? ഇതിൻ്റെ ചുറ്റിനും കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇതുപോലുള്ള കുറേ ഹോസ്റ്റുകളെ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ പരിപാടികൾ നടത്തുന്നു. ഹൈ ഫണ്ടാ പരിപാടി, നല്ല ബിൽഡിങ്, നല്ല എക്വിപ്മെൻറ്റ്സ്, നല്ല സൗകര്യം, നല്ല പെരുമാറ്റം. പക്ഷേ ദ കോർ ഇസ് ആപ്സ് ഓഫ് ഫക്കിംഗ് ലൂട്ട്ലി ബുൾഷിറ്റ്. ഉള്ളിൽ കിടക്കുന്നത് വേറും തട്ടിപ്പാണ്. ഇതാണ് ഇതിൻ്റെ ഇതിനെ കൊണ്ട് ആൾക്കാരെ കൊണ്ട് ജനറ്റിക് ടെസ്റ്റിംഗ് ഒക്കെ നടത്തിക്കും. ഓപ്പോസിറ്റ് സൈഡും കൂടി പറയുന്നതെന്ന് വെച്ചാൽ മോഡേൺ മെഡിസിൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അവന്മാരും ഈ തട്ടിപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പേഷ്യൻറ്റിനെ മാക്സിമം എന്തൊക്കെ ചെയ്ത് പിഴിയാമോ അതൊക്കെ ഇവന്മാർ മോഡേൺ മെഡിസിനിലും ക്ലിനിക്കലും ചെയ്യുന്നുണ്ട്. ഡോക്ടർ ആബിയുടെ ഒരു നല്ലൊരു വീഡിയോ ഉണ്ട്, എസൻസ്, നമ്മുടെ കഴിഞ്ഞ ലിറ്റ്മസിൽ അവതരിപ്പിച്ചാണ്. മനുഷ്യനെ കൊല്ലുന്ന ആധുനിക വൈദ്യം, മനുഷ്യനെ പിഴിയുന്ന ആധുനിക വൈദ്യം എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു ഫുൾ ബോഡി ചെക്കപ്പ്, എന്തിന് ചെന്നാലും ഒരു ഫുൾ ബോഡി ചെക്കപ്പ്.